ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഗോബി ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാടൻ രീതിയിൽ എങ്ങനെയാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ കോളിഫ്ലവർ ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇതളുകൾ അധികം വലിപ്പത്തിലുള്ളതല്ല, കുറച്ച് ചെറിയ ഇതളുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കല്ലുപ്പ് ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകി എടുത്തതാണ്. സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഒരു 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടാനേ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു 4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. അധിക സമയം തിളപ്പിക്കരുത്, അപ്പോൾ ഇത് വെന്ത് പോവും. അപ്പോൾ മസാലയൊക്കെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. റവ ഞാൻ നൈസായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിട്ട് കൊടുത്താൽ അത്ര ഓവറായിട്ട് അങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ല. ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്ക് എണ്ണയൊന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കണം. ഒരു കടായി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് നാടൻ രീതിയിലാണ് ഗോബി ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ചൈനീസ് സ്റ്റൈലുള്ള ഗോബി ഫ്രൈ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യരുത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിലോ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളം ഒട്ടും തന്നെ കൂടി പോകരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് തിക്കാവാനും പാടില്ല, അതുപോലെ തന്നെ ലൂസ് ആവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇങ്ങനെ സ്പൂണിൽ ഒഴിച്ച് നോക്കുമ്പോൾ ഇതുപോലെയാണ് വീഴേണ്ടത്. ഇതിൽ ഉപ്പും എരിവെല്ലാം കറക്റ്റ് ആണോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഗോബി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് എണ്ണ കുടിക്കാതെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗോബി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മസാല ഗോബിയിലെ എല്ലാവിടെയും നന്നായിട്ട് കോട്ടായി കിട്ടണം. കണ്ടില്ലേ, മിക്സ് ചെയ്ത് വന്നപ്പോൾ കറക്റ്റായിട്ട് ഗോബിയിൽ കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് മസാല ഉള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ഇത് റെഡിയാക്കി വെക്കേണ്ടത്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ അത് കട്ട പിടിക്കും. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. ആ സമയം വരെയും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടാമത്തെ ബാച്ച് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റിലെ ബാച്ച് നമ്മൾ എടുക്കാറാവുന്ന ആ സമയത്തിന് കുറച്ച് മുമ്പായിട്ട് 1 മിനിറ്റൊക്കെ മുമ്പായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇതിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഈ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് കഴിക്കാനും അതുപോലെ തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കുറച്ചുകൂടി കൂടുതൽ കിട്ടാനും ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ്. കണ്ടില്ലേ, ഗോബി ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഫുള്ളായിട്ട് ബാറ്റർ ഇങ്ങനെ കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റിലെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും അധികം അങ്ങനെ മുരിച്ചെടുക്കണ്ട. അതിന് കളറ് നഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഗോബി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.